നമസ്കാരം സാർ. ഇത് കാസർഗോഡ് ചെമ്മനാട് ചന്ദ്രഗിരി പാലം. അപ്പൊ ഇതിന്റെ അവസ്ഥ ഇത് മുമ്പ് 5-6 മാസം 7 മാസം പിന്നെ ഇപ്പോ ആദ്യം ഒരാൾ തുള്ളിയതുകൊണ്ട് ഇതിന്റെ പാലത്തിന്റെ വീഡിയോയിലെടുത്തിന് ഇതിനൊരു 2 മീറ്റർ ഏരത്തിൽ ഒരു ജാലിയാക്കി വെക്കാൻ വേണ്ടി. അപ്പൊ അതിന് പിന്നെ മുനീർ സാഹിബ് പിന്നെ ഉണ്ടാകുമ്പോ പിന്നെ ചെറിയ ഒരു അണക്കലുണ്ടായിരുന്നു. ഇപ്പൊ അബ്ബാസ് സാഹിബ് മുനിസിപ്പാലിറ്റിയിലുണ്ട്. നിങ്ങൾ ഉച്ചയ്ക്കിട്ട് ഒന്ന് ഇതിനുള്ള ഒരു പരിഹാരം കാണണം സാർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാല് ഇതിലെ ഇപ്പൊ അതിന്റെ ശേഷം നമ്മൾ വീടെടുത്തതിന് ശേഷം രണ്ടാളോ മൂന്നാളോ ആദ്യം തുള്ളുന്ന ഇപ്പൊ മരിക്കുന്നവരെ എങ്ങനെയും മരിക്കും, അതല്ല പ്രശ്നം. എന്താ പറയുക, പെട്ടെന്ന് വന്നിട്ട് വണ്ടി നിർത്തി തുള്ളുമ്പോ ഇത് കാണുമ്പോൾ ഇങ്ങനെ കയറണ്ടേ. അപ്പോൾ സമയം ആരും കുടിച്ചെങ്കിലും ഒക്കെ സമാധാനം അവന്റെ ചൂട് ഓന് പെട്ടെന്ന് പ്രഷർ കുറയും. അപ്പൊ ഓന് രക്ഷപ്പെട്ടു. ഇപ്പൊ ഈ പോകുന്നവനെ അപ്പുറത്തെ പോയിട്ട് തുള്ളാൻ കഴിയില്ല. പക്ഷെ തുള്ളാൻ കഴിയാ. അപ്പൊ ധൈര്യം കിട്ടിയില്ല. വീടിന് ഇപ്പൊ വണ്ടി വെച്ചിട്ട് വേഗം പെട്ടെന്ന് പോയിട്ട് തുള്ളുമ്പോ ഓനിക്ക് പിന്നെ എന്ത് ഞാൻ മരിക്കില്ല ആ പ്രശ്നമില്ല. ഞാൻ മരിക്കാൻ നെയ്ത്തുള്ളുന്നല്ലേ, അവിടെ എന്ത് രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ലല്ലോ. അപ്പൊ ഈ ജാലി ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. അപ്പൊ അധികാരികളെല്ലാം ഉത്സാഹിച്ച് പിടിച്ചിട്ട് നമ്മളെ അബ്ബാസ് സാർ നിങ്ങൾ ഒന്ന് ഉത്സാഹിച്ചിട്ട് ഇതിനുള്ള എന്ത് പരിഹാരമായിട്ട് അധികാരികൾ നിങ്ങൾക്ക് അന്ന് ഉറപ്പിക്കണം സാർ. നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് കാസർഗോഡ് ചെയർമാനല്ലേ, നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് ഉത്സാഹിച്ചിട്ട് ഈ പാലത്തിന്റെ ഒരു പരിഹാരം നിങ്ങൾ കാണണം. ഒരു 2 മീറ്റർ അല്ല, ഒരാൾ പെട്ടെന്ന് കയറിയിട്ട് മറിയാൻ കഴിയാല മാതിരി ഒരു ജാലിയാണ് ഉടനെ. പിന്നെ വെളിച്ചം അങ്ങനെ ലൈറ്റ് ഇല്ല, ഇതിലെ വെളിയില്ലാന്ന് തോന്നുന്നു. രാത്രി വന്നിട്ടില്ല. ഈ പാലത്തിൽ എത്ര വേണ്ടി വരും? ഒരു 4-5 ബൾബ് വെച്ചെങ്കിൽ പെട്ടെന്ന് ആരും കാണുമല്ലോ. ഇന്ന ആളുകളെ എന്തെങ്കിലും ആക്കിയാൽ കഴിയോ? അപ്പൊ അതിനൊരു സംവിധാനം ചെയ്യണം. എന്നോട് ആരും ദേഷ്യപ്പെടണ്ട. ഞാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയോ ഒരാളെ പറയലില്ല. കാരണം എല്ലാവരും നേരെ പണിയെടുക്കുന്നുണ്ട്. നടന്നു പോകുന്ന വയ്യാന്ന് സാറേ. ഇതെന്തോ ഒരു കേബിൾ എന്തോ ഇട്ടത് ഇങ്ങനെ മെറ്റാക്കി നടന്നു പോകുന്നത്. ചെമ്മനാട്ടൊക്കെ ഇഷ്ടംപോലെ ജനങ്ങൾ പോകുന്ന 2 സൈഡിലും രാവിലെ വരുന്നതും പോകുന്നതും വൈകുന്നേരം ഈ നടന്നു പോകുന്ന വയ്യാണ്. യഥാർത്ഥം പറഞ്ഞ ഇവിടെ എന്തെങ്കിലും ആക്കണം. കാരണം എന്താ വെച്ചാൽ ജാലി സൈഡിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ആക്കണം. സാരമില്ല, നമുക്ക് പ്രശ്നമല്ല. ഇത് നോക്കണതാ ജനങ്ങളിപ്പോ ഇറക്കേണ്ടിട്ട് പോകുന്നത്. ഇത് ചെറിയ പൈപ്പൊന്നുമല്ല, ഇത് നല്ല ഇരുമ്പിന്റെ അരിമേനി എന്താ ഇത് നോക്ക് സാറേ. ഇത് നടക്കാനുള്ള പയ്യാണ്. എന്താ ഇങ്ങോട്ട് വരും. ജനങ്ങൾ നടക്കുന്ന വഴി ഇതാണ്. അപ്പൊ ഈ റോഡിൽ നടക്കുന്ന അങ്ങനെ ഇപ്പൊ തിരക്കുള്ള സമയത്ത് ഈ സൈഡിലെ വഴി നടക്കേണ്ടത്. അപ്പൊ ഇതൊരു സംവിധാനം അങ്ങോട്ട് ഒരു ലേശം ഒരു 1/2 മീറ്റർ നിങ്ങൾ കോൺക്രീറ്റ് ആക്കിയാൽ മതി. എന്നിട്ട് വണ്ടി പോകാൻ പാടില്ല, വണ്ടിക്ക് അലോട് കൊടുക്കാൻ പാടില്ല ഈ സൈഡിൽ പോകാൻ. കാരണം ആ സൈഡ് ചരിവുള്ള സ്ഥലമാണ്, കട്ടിങ്ങുള്ള സ്ഥലമാണ്. നടന്നു പോകാനുള്ള സംവിധാനം മാത്രം ഈ സൈഡിലേക്ക് കൊടുക്കുക. അങ്ങോളം ജനങ്ങൾ ഒരുപാട് ആൾക്കാർ ഇത് നടന്നു പോകുന്നത് രാവിലെയും വൈകുന്നേരം എത്തിട്ട്. ഓക്കെ, അങ്ങോളം ഒരു കോൺക്രീറ്റ് ആക്കി തലപ്പിലൊരു കോൺക്രീറ്റ് നടക്കാൻ മാത്രം സംവിധാനം. ഇതിലെ വാഹനം പോകാൻ പാടില്ല ഈ സൈഡിൽ. അപ്പൊ ആ സൈഡും ഈ സൈഡും 2 സൈഡിലും കോൺക്രീറ്റ് ആക്കണം സാറേ, നടന്നു പോകാനുള്ള. ഇതിലെ വാഹനം കയറ്റാൻ പാടില്ല, കാരണം നിൽക്കില്ല, ഭയങ്കര കട്ടിങ്ങുള്ള സ്ഥലം. ഇത് പുലിക്കുന്ന വരുന്ന താഴോട്ടൊക്കെ ഇറങ്ങുന്ന റോഡാണത്. ഇങ്ങനെ കോൺക്രീറ്റ് ആക്കി ഇങ്ങനെ ആൾക്കാർ നടക്കാം. ഈ പുല്ലിലെ റോഡിലാണ് ജനങ്ങൾ നടക്കേണ്ടത്. റോഡിലാണല്ല ഇങ്ങോട്ട് വരുന്നതാ. ഈ പുല്ലെല്ലാം ആയതുകൊണ്ട് റോഡിലാണ് നടക്കണം. റോഡിലെ 2 സൈഡ് വണ്ടി ആകുമ്പോൾ നടക്കുന്നതിലെ. ഓക്കെ, നമസ്കാരം. കാസർഗോഡ് നിന്ന് ഇട്ടി മുഹമ്മദ്.